വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഈ കൂട്ടായ്മയോട് ചേർന്ന് ദൈവവചനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു അവസരം നൽകി തന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്ന സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഓമന പറഞ്ഞതുപോലെ വചനമൊക്കെയും ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുർദിനങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നു. എന്നാല് നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനും നമുക്ക് നമ്മളേറെ ശ്രദ്ധാലുക്കളായിരിക്കണം. തിരുവചനം പറയുന്നു, ഇന്ന് രക്ഷാ ദിവസം, ഇന്ന് സുപ്രസാദ കാലം, നാളെയല്ല, ഇന്ന്. അതുകൊണ്ട് ഇന്ന് എന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, ഇന്ന് എന്നൊരു മിനിറ്റ് നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്ക് തീർക്കാം, അതിനായിട്ട് കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് ആമുഖമൊന്നും കൂടാതെ തന്നെ ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ 32-ാമത്തെ വാക്യത്തില് ലേഖകൻ ഇങ്ങനെ പറയുന്നു, ഇനി എന്താ പറയേണ്ടു? ഇനി എന്താ പറയേണ്ടത്? സമയം പോരാ വിവരിപ്പാൻ എന്നാണ് ലേഖകൻ അവിടെ പറയുന്നത്. 32-ാമത്തെ വാക്യം, എബ്രായർ 11:32, ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അതെ, ഗിദെയോനെ കുറിച്ചും ബാരാക്കിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ച് സമയം പോരായിരുന്നു. എങ്കിലും നമ്മൾക്കുണ്ടായിരുന്ന സമയത്തിനകത്ത് നമ്മൾ ധാരാളം കാര്യങ്ങൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. കഴിഞ്ഞ മാസം നമ്മൾ ബാരാക്കിനെ കുറിച്ചാണ് പഠിച്ചത്. എന്നെ വളരെയധികം സ്പർശിച്ചൊരു കാര്യം മെസ്സേജ് ഷെയർ ചെയ്തതിന് ശേഷം എൻ്റെ ഹൃദയത്തിൽ അത് വളരെയധികം ഞാനത് ചിന്തിക്കുവാനിടയായി തീർന്നു. ആ ബാരാക്കും ദെബോറയും തമ്മിലുള്ള അവരുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ഒരു ഫെലോഷിപ്പ്. ബാരാക്ക് അത് സ്ത്രീ ആണെന്ന് പറഞ്ഞിട്ട് ദെബോറയെ മാറ്റി നിർത്തിയില്ല. പിന്നെയോ അവർ ദൈവത്തിന്റെ മെസ്സേജ് കൊടുത്തപ്പോൾ ആ ഏറെ ബഹുമാനത്തോടെ ഗൗരവത്തോടെ ബാരാക്ക് അതിനെ എടുക്കുകയും അതിന് കൊടുക്കേണ്ട തൂക്കം അതിന് കൊടുക്കുകയും ചെയ്ത് കൂടെ കൊണ്ടുപോകുന്നു. അതുപോലെ ബാരാക്ക് ചെയ്യുന്ന കാര്യം ദെബോറ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നീ യുദ്ധത്തിന് പോകണം, നീ ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട്, ഇസ്രായേലിന്റെ രക്ഷകനായിട്ട് നീ പോകണം. അങ്ങനെ എന്താ പറയുക, മിനിസ്ട്രിയിൽ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞു ബാരാക്കിന്റെ ജീവിതത്തില്. ഇന്ന് നമുക്ക് അതിന്റെ അടുത്ത ആളാണ് നമുക്ക് ഏവർക്കും വളരെ സുപരിചിതനായ ശിംശോൻ അല്ലെങ്കിൽ സാംസൺ. ശിംശോൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. കാര്യം നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മൾ സൺഡേ സ്കൂളിലും ഒക്കെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ശിംശോനെ കുറിച്ച്. എന്നാൽ അതിലൊക്കെ വളരെ ആഴമായിട്ട് നമ്മളുടെ ഗുണീകരണത്തിനാണല്ലോ ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. നമുക്കതിൽ നിന്നൊക്കെ എന്ത് ഗുണപാഠങ്ങളാണ് പഠിക്കാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ മുന്നേറ്റത്തിന് നമുക്ക് എന്തൊക്കെ അതിൽ നിന്ന് പകർത്തിയെടുക്കാം എന്ന് നമുക്ക് ഇന്ന് രാവിലെ കാലം ഒന്ന് ചിന്തിക്കാം. എബ്രായർ 11:32-34 ഇങ്ങനെയാ വായിക്കുന്ന, ഇനി എന്ത് പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇങ്ങനെ ഒരു വലിയ നിര ഇവരെന്തൊക്കെ ചെയ്ത് എന്തിൽ കൂടെ ഒക്കെ കടന്നുപോയി എന്നാ പറയുന്നത്. മറന്നു പോകരുത്, ഇതിനകത്ത് ശിംശോനും ഉണ്ട്. ഈ ശിംശോനെ ഒഴിച്ചു നിർത്തിയിട്ടല്ല പറയുന്നത്. രാജ്യങ്ങളെ അടക്കിയെന്നും നീതി നടത്തിയെന്നും സിംഹങ്ങളുടെ വായ അടച്ചെന്നും പിന്നെ വാളിന്റെ വായ്ക്ക് തെറ്റിയെന്നും ബലഹീനതയിൽ ശക്തി പ്രാപിച്ചെന്നും യുദ്ധത്തിൽ വീരന്മാരായി തീർന്നെന്നും പറയുമ്പോൾ അത് ശിംശോനെ കൂടെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ ഈ ശിംശോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെങ്കിൽ എന്തായാലും നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പോയേ മതിയാകത്തുള്ളൂ. ഏകദേശം ന്യായാധിപന്മാരുടെ കാലഘട്ടം തീരാറാകുന്ന സമയത്ത് ശമൂവേൽ പ്രവാചകന്റെ ആ എൻട്രിയോട് ചേർത്ത് ഉള്ള സമയങ്ങളിലാണ് ശിംശോനെ അവിടെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 13, 14, 15, 16 4 അധ്യായങ്ങളാണ് ശിംശോന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ മാർക്കിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ശിംശോന് ഇവിടെ 4 അധ്യായം തിരുവചനം കൊടുത്തിട്ടുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തില്. അവിടുന്ന് നമുക്ക് ചില കാര്യങ്ങൾ മാത്രം, നമുക്ക് അതിൽ എല്ലാ അധ്യായത്തിലെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് കടന്നു പോകാനായിട്ട് പറ്റത്തില്ല.
പക്ഷെങ്കിൽ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പഠിക്കാന്നുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് നമ്മളോട് എന്താ പറയാനുള്ളത്, അത് ഇന്ന് പറയേണ്ടതിനായിട്ട്, അത് കേൾക്കേണ്ടതിനായിട്ട് നമ്മുടെ കാതുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് കൂർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഒരുക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് തുറക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 13:24-25 ശിംശോന്റെ ജനനത്തെ കുറിച്ച് പറയുന്നു. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്തായോലിനും മധ്യേ ഉള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ശിംശോന്റെ ജനനത്തെ കുറിച്ച് ഒന്നും കൂടുതൽ പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതാ ഒരു സ്ത്രീ, മക്കളില്ലാത്ത ഒരു സ്ത്രീക്ക്, അതുവരെയും പ്രസവിക്കാത്ത ഒരു സ്ത്രീക്ക് ഇവിടെ ഒരു മകൻ ജനിച്ചു എന്നിവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തില്. അപ്പോൾ ഇവിടെ നമ്മൾ ശിംശോനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധാരാളം വീഴ്ചകൾ പറ്റിയ ഒരു മനുഷ്യന്, ഒരു പക്ഷെങ്കില് ശിംശോനേക്കാളൊക്കെ ഞാൻ എത്രയോ ഭേദമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കൂട്ടത്തില്, അല്ലെങ്കിൽ പിന്നെ ശിംശോന് പറ്റിയതുപോലെയോ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളും പാളിച്ചകളും ഒക്കെ അനുഭവിച്ച, വേദന അനുഭവിച്ചിട്ടുള്ളവര്, ഇവരെല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ വീഴ്ചകളെ മാത്രം നമ്മൾ പഴിച്ചും അതിനെ ഓർത്ത് പരിതപിച്ചും അതിനെ മാത്രം ഉയർത്തിപ്പിടിച്ചും വേദനിച്ചും നമ്മളിങ്ങനെ ജീവിച്ചു വരുമ്പോഴ് നമ്മൾ ഒരു കാര്യം മറക്കരുത്. ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് നമ്മൾ സ്വീകരിച്ച നമ്മളുടെ ഒരു വിശ്വാസിയുടെ ഗണത്തില് നമ്മളെയും അവർ ഉൾപ്പെടുത്താൻ തക്കവണ്ണം ശിംശോനെ ഉൾപ്പെടുത്തിയതുപോലെ ഇങ്ങനെ പരിതാപകരമായിട്ട് വീണുപോയവരും ഉൾപ്പെടുത്താൻ തക്കവണ്ണം ബലവും വിശ്വസ്തനുമായ ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളത്. ശിംശോന്റെ ബലഹീനതയെക്കാളും വലുതായിരുന്നു ദൈവത്തിന്റെ വിശ്വസ്തത. ശിംശോന്റെ പാപത്തിന്റെ ശക്തിയെക്കാളും വലുതായിരുന്നു അതേ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ജയത്തിന്റെ ശക്തി എന്നുള്ള നമ്മൾ മറന്നു പോകരുത്. ക്രിസ്തുവിന്റെ ജയത്തെക്കാളും വലുതല്ല പാപത്തിന്റെ ജയം. പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളും പാപത്തിന്റെ ശക്തിയെ പൂർണ്ണമായിട്ട് തകർക്കാൻ കഴിയുന്ന വിശ്വസ്തനായ ഒരു ദൈവമുണ്ടെന്നുള്ളത് ഈ ശിംശോന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാണയത്തിന്റെ മറ്റേ വശം മറക്കരുത്. പാപ സ്വഭാവം അങ്ങനെ തുടർന്നുകൊണ്ട് അങ്ങ് പോകാം, ക്രിസ്തുവിന്റെ ജയം അവിടെ ഉണ്ട്, അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നില്ല. ഒന്നാമതായിട്ട് ശിംശോന്റെ ജീവിതത്തെ കുറിച്ചുള്ള ശിംശോന്റെ ഉന്നം, ആ പർപ്പസ്, ആ എയിം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന്റെ തലയില് ക്ഷൗരക്കത്തി തൊടുവിക്കരുത്, ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീർവ്രതക്കാരനായിരിക്കും, അവൻ ഇസ്രയേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഇതാണ് ശിംശോനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഒന്ന്, അവൻ ഗർഭം മുതൽ തന്നെ, പുറത്തു വന്നതിന് ശേഷമല്ല, അവൻ തിരിച്ചറിവ് അറിയുന്നതിന് വെച്ച് മുമ്പ് തന്നെ, ഇത് ശിംശോൻ തന്നെ സമർപ്പിച്ചത് കൊണ്ട് ദൈവം തെരഞ്ഞെടുത്തതോ ഉപയോഗിച്ചതോ അല്ല, അതിന് മുമ്പ് തന്നെ ഗർഭത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ടവനായിരുന്നു ആര്? ഈ ശിംശോന്. ശിംശോനെ കുറിച്ചുള്ള മിഷൻ ദൈവം അവിടെ പറയുന്നു, ഇസ്രയേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. അവനെ എപ്പോൾ ഗർഭത്തിൽ വെച്ച് വേർതിരിച്ചോ അപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട്, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രയേലിനെ രക്ഷിക്കാനുള്ള ദൈവിക പദ്ധതികൾ. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഒടുവിൽ എത്തിച്ചേരാൻ ദൈവം വിളിച്ച വിശ്വാസ വീരന്മാരുടെ പട്ടികയില് എത്തിപ്പെട്ട, അതായിരിക്കും അതിന് ശരിയായിട്ടുള്ളൊരു വാക്ക്, അവിടെ എത്തിപ്പെട്ട ആ ഓട്ടം തികച്ച ഒരു മനുഷ്യൻ. ഓട്ടം തികച്ച എന്ന് ഞാൻ പറയാനുള്ള കാരണം എബ്രായ ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ പേര് വന്നതുകൊണ്ട്.
അല്ലായിരുന്നെങ്കിൽ നമ്മൾ അതങ്ങോട്ട് മാറ്റിവെച്ചേനും. എബ്രായ ലേഖനത്തില് അത് വിശുദ്ധന്മാർക്ക് ലഭിക്കേണ്ട, ദൈവമക്കൾക്ക് ലഭിക്കേണ്ട അത് പിന്നെ ഉയർപ്പിനെ കുറിച്ച്, അവർക്ക് ലഭിക്കുന്ന വാഗ്ദത്ത നിവൃത്തിയെ കുറിച്ചൊക്കെ പറയുമ്പോഴ് ശിംശോനും അവിടെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ആ റേസ് പൂർത്തിയാക്കിയ ട്രാക്കിന്റെ ഒടുവിൽ വരെ വരാൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. വിശുദ്ധന്മാരുടെ പുനരുദ്ധാനത്തിൽ അവൻ പങ്കുകാരനായിട്ട് തീർന്നു. പങ്കുകാരനായിട്ട് തീരണം എന്ന് ദൈവം ഗർഭത്തിൽ വെച്ച് തന്നെ ശിംശോനെ കണ്ടു. എന്നാൽ അവൻ യഥാർത്ഥത്തിൽ ആ പ്രതീക്ഷകൾക്കൊക്കെ വിരുദ്ധമായിട്ട് അവന്റെ ജീവിതത്തിലെ പല പ്രവൃത്തികളും അവൻ ചെയ്തത്, അവൻ ജീവിച്ചതും ശീലമാക്കിയതും. ചിലതൊക്കെ ഒരിക്കലായിട്ട് പറ്റി മടങ്ങി വന്നതല്ല, അങ്ങ് ശീലമാക്കിയതാ. ദാവീദിനെ പോലെ ഒരിക്കലും പറ്റിപ്പോയതല്ല. ഇത് ഇദ്ദേഹം അങ്ങൊരു ജീവിത ശൈലിയാക്കി തീർത്തു. അങ്ങനെയുള്ളവനെയും തള്ളിക്കളയാത്ത ഒരു ദൈവത്തിന്റെ ശക്തിയാണ് നമ്മൾ ഇന്നിവിടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഴ്ച പറ്റിപ്പോയതിൽ പരിതപിച്ചും ദുഃഖിച്ചും റിഗ്രറ്റ് ചെയ്തും ഞാൻ ശപിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാതെ, അതിന്റെയൊക്കെ മീതെ ശക്തിയുള്ള ഒരു ദൈവമുണ്ടെന്ന്, സ്വർഗത്തിൽ നമുക്കൊരു കർത്താവുണ്ട്, എഴുന്നേൽപ്പിക്കാൻ നമ്മളെ വീണ്ടും പണിയാൻ കഴിയുന്നവൻ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യത്തോടെ ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് അതുകൊണ്ട് ഒരുവന്റെ മേലുള്ള ദൈവകൃപയുടെ മാഹാത്മ്യം എത്ര വലുതാണെന്ന് നമുക്കിത് മനസ്സിലാക്കി തരും. ദൈവത്തിന് ഇങ്ങനെയുള്ള ഒരുവനോടും ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന്റെ കരുണയും ദൈവത്തിന് വീണ്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന അവന്റെ ശക്തിയും നമുക്ക് മനസ്സിലാക്കാം. 33 തൊട്ട് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഈ വിശ്വാസ വീരന്മാർ എന്തൊക്കെ ചെയ്തു എന്ന്. രാജ്യങ്ങൾ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. 34 തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ഒരു ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു കളഞ്ഞു. 35 വായിക്കുന്നു, നല്ലൊരു ഉയർപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഇപ്പൊ നല്ലൊരു ഉയർപ്പ് ലഭിച്ചവനായിരുന്നു ആര്? ഈ ശിംശോന്. 36 പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, ഇവയാലുള്ള പരീക്ഷ. ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടു, ബുദ്ധിമുട്ട്, ഉപദ്രവങ്ങള് സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും താമസിച്ചു എന്നൊക്കെ പ്രാപിച്ചു. ഇവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും, അപ്പൊ ശിംശോനും സാക്ഷ്യം പ്രാപിച്ചു. ശിംശോനും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു. ഞാൻ ശിംശോന്റെ ഈ പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ധരിക്കരുത് മറ്റേതിനെ നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്യുവാന്ന്. ഒരിക്കലുമല്ല, അതിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഈ താഴോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശിംശോനും ബാധകമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം. അങ്ങനെ ശിംശോൻ ഹി ഓൾസോ ബിക്കം വൺ അമംഗ് ദാറ്റ് ഫസ്റ്റ്, ആദ്യത്തെ റിസറക്ഷനില്, ആദ്യത്തെ പുനരുദ്ധാനത്തിൽ അവനും പങ്കാളിയായിട്ട് തീർന്നു. എത്ര വലിയൊരു ഭാഗ്യപദവി! അപ്പോഴും ഓർത്തു നോക്കി, നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവകൃപയുടെ മാഹാത്മ്യം എത്ര വലുതാണെന്ന്. നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചെറുതല്ല, അത് എത്രയോ വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നുമല്ല. അതതിന്റെ മുഴുവനത്തോടെ എന്നിലും നിങ്ങളിലും അതങ്ങോട്ട് പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്റെ നിങ്ങളുടെ ജഡമൊക്കെ കത്തിപ്പോകും, നമുക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് ദൈവം നമുക്ക് സഹിക്കുന്ന തരത്തിൽ നമ്മളിൽ അത് ഈ മന്ദിരത്തിനകത്താ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. അങ്ങനെ ഇതിൽ കൂടെ എല്ലാം ഈ ശിംശോനും കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത്. ശിംശോന്റെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ലേഖകന്റെ മനസ്സിൽ, ഇത് എഴുതിയിരിക്കുന്ന ലേഖകന്റെ മനസ്സിൽ അതിനൊക്കെ ഒരു ദൂരെ ഒരു സ്ഥാനം കൊടുത്തിട്ട് ലേഖകൻ എഴുതിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇല്ലെങ്കിൽ ഈ 11 വരത്തില്ലല്ലോ, എബ്രായർ 11 വരത്തില്ലല്ലോ. അപ്പോഴ് ശിംശോൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ ഒക്കെ മിക്കതിൽ കൂടെയും കടന്നുപോയതായിട്ട് എനിക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 13 തൊട്ട് 15, 16 വരെയുള്ള അധ്യായം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ദത്തം പ്രാപിച്ചവനായിരുന്നു. അവിടെ നമ്മൾ വായിച്ചില്ലേ 33 ഇവരൊക്കെ വാഗ്ദത്തം പ്രാപിച്ചവരായിരുന്നു. ഇവര് ശിംശോനും വാഗ്ദത്തം പ്രാപിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 13:5 ഗർഭം മുതൽ ദൈവത്തിന് നസീറായിരുന്നു, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവൻ രക്ഷിപ്പാൻ തുടങ്ങും. വാഗ്ദത്തം ഗർഭത്തിൽ വെച്ച് തന്നെ വാഗ്ദത്തം പ്രാപിച്ചു. അതുപോലെ സിംഹങ്ങളുടെ വായ അടച്ചു എന്ന് നമ്മൾ വായിക്കുന്ന അവിടെ ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ? അവിടെ വായിക്കുന്ന കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഒരാട്ടിൻകുട്ടിയെ കീറിക്കളയുന്നത് പോലെ ശിംശോന് സിംഹത്തെ കീറിക്കളഞ്ഞു. അവൻ സിംഹത്തിന്റെ വായ അടച്ചതിന് തുല്യമല്ലേ ശിംശോൻ ചെയ്തത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശിംശോനെ കുറിച്ച്, അവൻ യുദ്ധത്തിൽ അവൻ വീരനായിരുന്നു.
അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു കളഞ്ഞു ശിംശോന്. അതിന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 15:16 വായിച്ചാൽ കഴുതയുടെ താടിയല്ലുകൊണ്ട് കുന്ന് 2 കഴുതയുടെ താടിയല്ലുകൊണ്ട് 1000 പേരെ സംഹരിച്ചു. ഫെലിസ്ത്യരെ പരാജിതരാക്കി നിലംപരിചാക്കി ഓടിക്കുവാനായിട്ട് ശിംശോനെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ അവൻ യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. പിന്നെ നമുക്ക് 16-ാമത്തെ അധ്യായത്തിന്റെ 21 വായിച്ചാല് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ശിംശോന്റെ കണ്ണവർ ചൂഴ്ന്നെടുത്ത് അവനെ അവിടെ കാരാഗ്രഹത്തിൽ അടച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എബ്രായലേഖനത്തിൽ കാണാം പരിഹാസം. ശിംശോനെ പരിഹസിക്കുക അവിടെ എല്ലാവരും ഇല്ലേ? ശിംശോനെ പരിഹസിക്കുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു ഒക്കെ ചെയ്തു. ഇവിടെ എബ്രായലേഖനത്തിൽ നമ്മൾ വായിച്ചു പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ ഇതും ശിംശോൻ അനുഭവിച്ചു. പിന്നെ നമുക്കൊന്ന് ശിംശോനെ കെട്ടിയിട്ടിട്ട് അതെ പരിഹസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാം. അത് 21 തന്നെ ഫെലിസ്ത്യർ അവനെ പിടിച്ചു കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി. ഗാസ തന്നെ ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. ചെമ്പ് ചങ്ങല എന്റെ ശ്രദ്ധയിൽ ഇപ്പോഴും പെട്ടത്. എന്താ ഇരുമ്പ് ചങ്ങല ആവാതിരുന്നത്? ചെമ്പ് എത്ര ബലഹീനമായത്! ദൈവത്തിന്റെ ശക്തി ഇങ്ങേറ്റ അവന്റെ എത്ര വലിയ ഇരുമ്പിട്ട് കെട്ടിയാലും പൊട്ടിച്ച് വെളിയെ വരാൻ കഴിയുന്നവൻ ഇന്ന് ചെമ്പ് ചങ്ങലയ്ക്കകത്ത് കിടക്കുക. അത്രമാത്രം ആ ജീവിതത്തിൽ നിന്ന് ദൈവസാന്നിധ്യം ഇറങ്ങിപ്പോയി എന്ന് കാണിക്കുന്ന ഈ ചെമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചിരിക്കുന്ന ആ ശിംശോനെ കണ്ടു കഴിഞ്ഞാൽ ഓർത്തു നോക്കിയേ. ഈ എബ്രായർ 11 പറയുന്ന പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ച ശിംശോന്. അതുപോലെ ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും അവർ ഉഴന്നു നടന്നു എന്ന് നമ്മൾ 11 വായിക്കുന്നു, എബ്രായറിൽ വായിക്കുന്നു. എന്താ ശിംശോനെ കുറിച്ച് പറയുന്നത്? ന്യായാധിപന്മാരുടെ പുസ്തകം 15:8 അവൻ ചെന്ന് ഏതാം പാറയുടെ ഗഹ്വരത്തിൽ പാർത്തു. പേടിച്ച് അവിടെ പോയി പാർക്കാം. നോക്കണം, നൂറുകണക്കിന് ആൾക്കാരുടെ നേരെ, ആയിരക്കണക്കിന് പേരുടെ നേരെ ഒറ്റയാനായിട്ട് ചെന്ന് അവരെ തകർത്തു കളഞ്ഞവൻ ഇന്നിപ്പോ ഇവിടെ പാർക്കുന്നത് ഏതാം പാറയുടെ ആ ഗുഹയ്ക്കകത്ത് പാർക്കുക ഇല്ലേ? എബ്രായർ 11 പറയുന്ന കാര്യം ശിംശോനെയും കൂടെ പറയുന്നില്ലേ? ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും അവൻ പാർത്തു, അവൻ ഉഴന്നു നടന്നു. എന്നാൽ ഇതിനകത്തുള്ള എല്ലാം ഒടുവിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, പലരും കൊല്ലപ്പെട്ടു. പക്ഷെങ്കില് ശത്രുവിന്റെ കയ്യാൽ കൊല്ലപ്പെടാൻ, ശത്രുവിന്റെ കയ്യാലെ പട്ടിയെ തല്ലിച്ചവച്ച് കൊല്ലുന്നത് പോലെ മരണപ്പെടാൻ ദൈവം ഒരിക്കലും ശിംശോനെ അനുവദിച്ചില്ല. നോട്ട് ബൈ ദ ഹാൻഡ്സ് ഓഫ് ഹിസ് എനിമീസ്. പിന്നെയോ അവന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ അതെ ഫിലിസ്ത്യരുടെ ക്ഷേത്രത്തിന്റെ തൂണ് ഇടിച്ചു മറിയിക്കുമ്പോൾ ശത്രുക്കളോട് ഒപ്പമാണ് അവിടെ മരണപ്പെടുന്നത്. മരണത്തിനകത്തും അവിടെ ശിംശോന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. അപ്പോൾ ഒരു വശത്ത് തകർച്ചയുടെ ഒരു വലിയ ആഴം നമുക്ക് കാണാം. എന്നാൽ മറുവശത്ത് ദൈവത്തിന്റെ മഹത്വം, ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കില്ല. ശിംശോൻ ജനിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ശിംശോൻ ജനിക്കുന്നത്. 13-1 വാക്യത്തിൽ പറയുന്നത്, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. യഹോവ ഇവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 40 വർഷക്കാലം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ വിടുവിക്കാനാണ് ഇവിടെ ശിംശോൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അന്നത്തെ ഇസ്രായേലിന്റെ ആ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാല് അവർ ന്യായാധിപന്മാരെ അനുസരിക്കുന്നില്ല. അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അവരെ ന്യായാധിപന്മാരോട് 17-ാമത്തെ വാക്യത്തിൽ തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്ത് അവയെ നമസ്കരിച്ചു. ഈ എഴുന്നേൽപ്പിച്ചവരെ ഒന്നും തന്നെ ഇസ്രായേൽ മക്കൾ അനുസരിക്കാൻ കൂട്ടാക്കുന്നേയില്ല. തങ്ങളുടെ പിതാക്കന്മാർ നടന്ന വഴിയിൽ നിന്ന് അവര് വേഗം മാറിക്കളഞ്ഞു. പിതാക്കന്മാർ ഭക്തന്മാരായിട്ട് ജീവിച്ചു. പിതാക്കന്മാര്
അവര് മാളിക പണിത് ലോകത്തിന്റെ പ്രശസ്തിയിലും ലോകത്തിന്റെ സുഖങ്ങളിലും ഭോഗങ്ങളിലും ഒരു സമയം ചെലവഴിച്ചില്ല. പിന്നെയോ അത് കൈപ്പണിയല്ലാത്തൊരു ഭവനം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടാരങ്ങളിൽ പാർത്ത പിതാക്കന്മാരുടെ ചരിത്രമൊക്കെ അവരങ്ങ് മറന്നു. ആ വഴിയൊക്കെ ഇവർ മാറിക്കളഞ്ഞു. അവർ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടന്നതുപോലെ ഇവരൊന്നും നടന്നില്ല എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ശിംശോനോട് പോയി ഇവര് തന്നെ പോയി ചോദിക്കുന്നുണ്ട്. 15:11 ഞാൻ ചില വാക്യങ്ങൾ എടുത്ത് ഇത്രയും വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് ഒരുമാതിരി കഥ മനസ്സിലാകും. ഞാൻ മണിക്കൂറുകൾ എടുത്തതെല്ലാം ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കി എന്റെ ആത്മാവിലെ ഹൃദയത്തിലൊന്ന് പതിപ്പിക്കാനായിട്ട്. കാര്യം 4, 5, 6 അധ്യായം ഉണ്ടായിരുന്നല്ലോ. പക്ഷെങ്കില് അത് വർത്തായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നു. അത് വളരെ ഒരു വലിയ ധന്യത എന്റെ ജീവിതത്തിലും തന്നു. 15:11 ശിംശോനോട് തന്നെ തന്റെ സ്വന്തം ജനം പോയി ചോദിക്കുക, ഫെലിസ്ത്യർ നമ്മളെ വാഴുന്നെന്ന് നീ അറിയുന്നില്ലയോ? നീ ഞങ്ങളോട് ഈ ചെയ്തത് ഗുഹയ്ക്കകത്ത് ഭയന്ന് പേടിച്ചിരിക്കുക, ഏതാമ്പാറ ഗുഹയ്ക്കകത്ത്. അന്നേരം തന്റെ സ്വന്തം ജനം യഹൂദജനം പോയി ചോദിക്കുക, നീ അറിയുന്നില്ലേ ഫെലിസ്ത്യർ വന്ന് നമ്മുടെ മേലെ അവര് വാഴുന്നു എന്ന് അറിയുന്നില്ലേ? നീ ചെയ്ത ആ നീച പ്രവൃത്തി നിമിത്തം വേണ്ടിപ്പോ അവര് നമ്മളെ ഉപദ്രവിക്കാൻ വരുക. എന്തോ ഇവൻ ചെയ്തെന്നറിയാമോ? ശിംശോൻ ചെയ്തെന്താ? ചിലപ്പോ എനിക്കതൊക്കെ വായിക്കുമ്പോൾ തോന്നുക ചില കുസൃതിത്തരങ്ങള് കൊച്ചു പിള്ളേരെ പോലൊക്കെ ചില കാര്യങ്ങൾ ചെയ്തെന്ന്. ശിംശോൻ എന്ത് ചെയ്തു? 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് ചേർത്ത് പന്തമെടുത്ത് ഈ രണ്ട് വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവുതോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. നോക്കണം, അദ്ദേഹത്തിന്റെ ഉള്ളിലിരുന്ന കുസൃതി ഭയങ്കരമായിരുന്നില്ലേ? ഇത് ചെയ്തത് നിമിത്തം ഫെലിസ്ത്യരെല്ലാരും കൂടെ ഓടി വന്ന് ഇവനെ തപ്പി വന്നപ്പം ഇദ്ദേഹം എവിടെ ഇരിക്കുക? മാളത്തിനകത്തിരിക്കുക, ഗുഹയ്ക്കകത്തിരിക്കുക. സ്വന്തം ജനം വന്ന് ചോദിക്കുക, നീ ഇവിടെ ഇരിക്കുകയാന്നോ? കാണുന്നില്ലേ ഇവരെല്ലാരും കൂടെ വന്ന് ഞങ്ങളെ എല്ലാരും കൂടെ തിന്നാനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. സ്വന്തം ജനം പോലും ശിംശോനെതിരെ അങ്ങ് എഴുന്നേറ്റു. ഫെലിസ്ത്യർ എഴുന്നേൽക്കുന്നു, സ്വന്തം ജനം എഴുന്നേൽക്കുന്നു. നോക്കണം, അന്നത്തെ ഒരു അവസ്ഥ പറയാം, ശിംശോന്റെ അവസ്ഥ. അപ്പോഴ് ഇവിടെ ശിംശോന് ലഭിച്ച പ്രിവിലേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശിംശോന് ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ അഥവാ ആനുകൂല്യം എന്ന് നമുക്ക് പറയാം. അങ്ങോട്ടൊന്നും ചെയ്തിട്ടല്ല, ദൈവം തരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആനുകൂല്യം, നമുക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല. എന്തു കണ്ടു നമ്മളെ തിരഞ്ഞെടുക്കാൻ? ഒന്നുമില്ലാതിരിക്കെ അങ്ങനെ ആ ശിംശോനെ ഗർഭത്തിൽ വെച്ച് തന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം ആണ് എന്നുള്ള കാര്യം ശിംശോന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു. ആ വിളിയുടെ തീഷ്ണത ശിംശോന്റെ ജീവിതത്തിലും വെളിപ്പെട്ടു, ശിംശോന്റെ ബലത്തിൽ വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 13:2 വായിക്കുന്നു, ദാൻ ഗോത്രത്തിലുള്ളവനായി സോരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു, അവന് മനോഹ എന്ന് പേർ. അപ്പന്റെ പേരാ പറയുന്നത് മനോഹ. അപ്പോൾ സോരാധ്യനായ ഒരു പുരുഷൻ. ഈ സോറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കടന്നല്. അപ്പോഴ് ശിംശോൻ ജനിക്കുന്ന ആ സ്ഥലം എവിടെയാണ്? കടന്നൽ എന്ന് പറഞ്ഞാൽ ഡിവൈൻ പവർ. സാധനം ഇത്രയും ഉള്ളെങ്കിലും ഭയങ്കരമായിട്ട് നാശം ഒരു ദേശത്ത് വിതയ്ക്കാൻ ശക്തിയുള്ളൊരു സംഭവമാണ് ഈ കടന്നൽ എന്ന് പറഞ്ഞാല്. അപ്പോഴ് അങ്ങനെ ഒരു സ്ഥലത്താണ് ശിംശോൻ ജനിക്കുന്നത്. ആവർത്തന പുസ്തകം 7:20 ദൈവം പറയുന്നുണ്ട്, ശേഷിച്ചിരിക്കുന്ന ശത്രുക്കള് ഇസ്രായേൽ മക്കളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചു കൊള്ളുന്ന, അവർ ഓടിപ്പോകും, അവർ നശിച്ചു പോകുന്നിടം വരെ നിന്റെ ദൈവമായ യഹോവ അവരുടെ ഇടയിൽ കടന്നലിനെ അയക്കും. നോക്കണം, ദൈവം ഉപയോഗിച്ച ഒരു വെപ്പണായിരുന്നു ഈ കടന്നല്. ശിംശോൻ ജനിച്ച സ്ഥലം സോറ എന്ന് പറഞ്ഞാൽ കടന്നല് എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ശക്തിയുള്ളതിന്റെ നടുക്കാണ്, ഒരു ഡിവൈൻ പവറിന്റെ നടുക്കാണ് ഈ ശിംശോൻ ജനിക്കുന്നത്. രണ്ടാമതായിട്ട് ശിംശോന്റെ അപ്പന്റെ പേരെന്താണ്? നോഹ എന്ന് പറഞ്ഞാൽ കൃപ ലഭിച്ചവൻ എന്നർത്ഥം. മനോഹ എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് വരുന്നതാണ്, അതെ, കൃപ, റെസ്റ്റ്. അപ്പോൾ ശിംശോൻ ജനിച്ച സ്ഥലം, ശിംശോന്റെ അപ്പന്റെ പേര്, എല്ലാം കൊണ്ടും ശിംശോനെ ദൈവം ഉളവാക്കിയിരിക്കുന്ന സ്ഥലം വളരെ അനുകൂലമായിട്ടുള്ള സ്ഥലം. ശിംശോൻ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ച് അങ്ങനെ വരുന്ന ശിംശോൻ. ഇതൊക്കെ ശിംശോന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രിവിലേജസ് ആണ്. അതുപോലെ തന്നെ
മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പേരൻസിന്റെ, അവന്റെ അപ്പന്റെയും അമ്മയുടെയും ശിംശോന്റെ മാതാവിന്റെയും പിതാവിന്റെയും കണ്ണും ഹൃദയവും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടും ദൈവത്തിന്റെ ആലോചന അറിയാൻ വേണ്ടിയിട്ടും ഏറെ ദാഹമുള്ളവരായിരുന്നു അപ്പനും അമ്മയും. കുഞ്ഞുവല്ലോ അറിയുന്നതിന് മുമ്പ് തന്നെ ആ അപ്പനും അമ്മയ്ക്കും കുഞ്ഞിനെ കുറിച്ചുള്ള ഭാവി എങ്ങനെ ആയിത്തീരണം, അവനെ എങ്ങനെ വളർത്തണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് വളർത്തിയൊരു കുഞ്ഞാത്. ശിംശോന് ലഭിച്ച പ്രിവിലേജ് എന്തോ ആയിരുന്നെന്ന് ഓർക്കണം നമ്മൾ. ഈ പ്രിവിലേജ് ഒക്കെ ഉണ്ടായിരിക്കുകയാണ് നമ്മൾ മറുവശം ചിന്തിക്കാൻ പോകുന്നത്. 12-ാം വാക്യത്തിൽ 13:12 വായിക്കുന്നു, മനോഹാവനോട്, ആരോട്? ദൂതനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം? ഞങ്ങൾക്കൊന്നും അറിയില്ലേ, കുഞ്ഞിനെ എങ്ങനെ ദൈവകൃപയിൽ വളർത്തണമെന്ന് ദൈവത്തോട് പോയി ആലോചന ചോദിച്ച ഒരപ്പൻ. അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം നോക്കണം, എന്ത് ചെയ്യണം അവർക്ക് അറിയാതെ ദൈവത്തോട് വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന്. ഇന്നത്തെ തലമുറയോട് നമുക്ക് വല്ലൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കൊച്ചുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന് അവരുടെ ഗൂഗിളുണ്ട്, എങ്ങനെ വളർത്തണമെന്ന് എല്ലാം അതിനകത്ത് കിട്ടും. അവർക്ക് ആരുടെ ഉപദേശം വേണ്ടല്ലോ ഇന്നത്തെ ന്യൂ ജെന്നിന്. ഇവിടെ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു അപ്പനും അമ്മയും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെ ആചരിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എങ്ങനെ നടക്കണം, അതുപോലെ ഈ കുഞ്ഞ് അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് പോയി ചോദിക്കുന്നു. ഓടെ ദൂതൻ മനോഹയോട്, ഞാൻ സ്ത്രീയോട് പറഞ്ഞതൊക്കെ അവൾ സൂക്ഷിച്ചോളട്ടെ, എന്തൊക്കെ ചെയ്യണം, നീ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട്, അതവൾ ചെയ്യട്ടെ. മുന്തിരിവള്ളിയിൽ ഉണ്ടാകുന്ന യാതൊന്നും അവൾ തിന്നരുത്, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായത് തിന്നരുത്, ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ ആചരിക്കണം. ഇതായിരിക്കണം നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ഗോഡ്ലി പേരൻസിന് ജനിച്ചവനായിരുന്നു ഈ ശിംശോൻ. അല്ലാതെ ദൈവാലോചന ഇല്ലാത്തതോ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്തൊരു സ്ഥലത്തല്ല ശിംശോന്റെ ജനനം നടക്കുന്നത്. മറ്റൊന്ന്, ശിംശോന്റെ ജീവിതത്തെ സംബന്ധിച്ച് ശിംശോൻ നാശനിവൃതമുള്ളവനായിരുന്നു. അവൻ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം, പിന്നെ ക്ഷൗരക്കത്തി ഉപയോഗിക്കരുത്, തലമുടി നീട്ടി വളർത്തണം, പിന്നെ അതുപോലെ ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. ഈ 3 കാര്യങ്ങളാണ് ശിംശോനോട് പറഞ്ഞത്. അത് അന്ന് ഫിസിക്കലി അത് അന്നത്തെ ജനത്തിനു വേണ്ടി ദൈവം കൊടുത്ത്. ഇന്ന് നമുക്കെന്താ അതിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളത്? വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബുദ്ധി മന്ദീഭവിപ്പിക്കുന്ന, ബുദ്ധിയെ ഇൻടോക്സിക്കേറ്റ് ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ടോ ആ ഇൻടോക്സിക്കേഷനിൽ, ആ ഒരു ഊർജത്തിൽ, ആ ഒരു അന്നേരത്തെ ആ ഒരു തിളപ്പിൽ, മനസ്സിലായില്ലേ, ആ ഇമോഷനില് ഒരു ദൈവസന്നിധിയിലെ തീരുമാനം എടുക്കുന്ന ആ ഒരു രീതി പാടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ആ ചില സമയത്ത് ഒരു ഭയങ്കര ഒരു ഇമോഷണൽ അങ്ങനെ ഇതോട്ട് അങ്ങോട്ട് തോന്നിയിട്ട് ദൈവസന്നിധിയിൽ അങ്ങ് സമർപ്പിച്ച്, കർത്താവെ ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറാണ്, അത് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പേ അത് കാര്യം അത് ഹൃദയത്തിൽ നിന്ന് വന്നൊരു കാര്യമല്ല. അപ്പൊ ഒരു ടൈപ്പ് ഓഫ് ഇൻടോക്സിക്കേഷൻ ഇമോഷനകത്ത് അത് പാടില്ല. അത് പിന്നെ ഫിസിക്കലി പാടില്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിലും അത് പാടില്ല. ആറ്റിറ്റ്യൂഡിൽ അത് പാടില്ല. ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്നവരായിരിക്കണം, നമ്മൾ ഇമോഷണലി നയിക്കപ്പെടുന്നവരായിട്ട് തീരരുത്. നമ്മുടെ ബുദ്ധി ആയിരിക്കരുത് നമ്മളെ നിയന്ത്രിക്കേണ്ടത്, ദൈവത്തിന്റെ ആത്മാവ് വേണം നമ്മളെ നിയന്ത്രിക്കാനായിട്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ റൈറ്റ് തിങ്കിങ്ങും അതെ റൈറ്റ് വിസ്ഡം, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് ഒരു ദൈവ പൈതലിന് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ മറ്റൊന്ന്, ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടുവിക്കരുതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ടോട്ടൽ സബ്മിഷൻ, പൂർണ്ണമായൊരു സമർപ്പണം, ദൈവസന്നിധിയിൽ ഒരു ഹ്യൂമിലിറ്റി, സെർവ് ചെയ്യാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി, ദൈവത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആകാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി, ആ അപ്രകാരമുള്ളൊരു ഹൃദയമുള്ളവനായിരിക്കണം, ഉള്ളവളായിരിക്കണം. ഇതാണ് ദൈവ പൈതലിന് വേണ്ട രണ്ടാമത്തെ ഗുണം. മൂന്നാമതായിട്ട് പറയുന്നത് ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. പറയാനുള്ള കാരണം എന്താ? ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത് എന്ന് പറയാനുള്ള കാരണം, രക്തത്തിലാ ജീവനുള്ളത്. ഒരു ശവം എന്ന് പറയുമ്പോൾ ജീവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ജീവൻ ഇല്ലാത്തത് മരണം എപ്പോഴാണ് വരുന്നത്? പാപമാണ് മരണം കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടുത്തെ മരണം പാപത്തോട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ശവത്തെ തൊടുന്നതെന്ന് പറഞ്ഞാല് പാപത്തെ തൊടുക എന്നാണ് അതിന്റെ അർത്ഥം.
നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കേണ്ട ആത്മീയ തലങ്ങളിലെ കാര്യമാണ് ഞാനിത് പറയുന്നത്. ശിംശോന്റെ സമയത്ത് അത് അവർ ഫിസിക്കലി ചെയ്തു, പക്ഷെ അതിനൊരു ആത്മീയ അർത്ഥം അന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 കാര്യമായി ശിംശോനോട് പറഞ്ഞത് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രോപ്പറായിട്ടുള്ള റൈറ്റ് തിങ്കിങ്, അത് നമ്മുടെ ഇമോഷന്റെ ഇൻടോക്സിക്കേഷനിൽ നമ്മളൊരു സമർപ്പണം അല്ല നമ്മൾ ചെയ്യേണ്ടത്, പിന്നെയോ ആത്മാവിനാൽ നടത്തപ്പെട്ട ഒരു സമർപ്പണമായിരിക്കണം. ടോട്ടൽ സബ്മിഷനും ഹ്യൂമിലിറ്റിയും നമുക്കുണ്ടായിരിക്കണം ദൈവസന്നിധിയിൽ. അതുപോലെ പാപത്തെ പോയി തൊട്ട് നോക്കാൻ പോകരുത്. അതവിടെ കിടന്ന് അതിന്റെ വഴി കിടന്ന് ഉറങ്ങിക്കോട്ടെ, അതിനെ പോയി തൊട്ട് പോയി നോക്കരുത്. ശവത്തെ തൊടരുത്. നമുക്ക് കാണാം, പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ ശിംശോന് സമാനമായ മറ്റൊരാളായിരുന്നു ജോൺ ദ ബാപ്റ്റൈസർ, സ്നാപക യോഹന്നാൻ. 2 പേർക്കും രണ്ടുപേരുടെ ഒരു താരതമ്യ പഠനം നോക്കിയാൽ ശിംശോന് തന്റെ ശരീരത്തിൽ ബലമുണ്ടായിരുന്നു, പക്ഷെങ്കിൽ യോഹന്നാൻ സ്നാപകന് തന്റെ ആത്മാവിൽ ബലമുള്ളവനായിരുന്നു. ശിംശോന് 1000 പേരെ ഒരുമിച്ച് അവിടെ കൊല്ലുവാനായിട്ട്, ശത്രുക്കളെ കൊന്നുമുടിക്കാൻ ശിംശോന് കഴിഞ്ഞു, ശിംശോന്റെ മസിൽ പവർ കൊണ്ട്. പക്ഷെങ്കിൽ 1000-ൽ കൂടുതൽ ആൾക്കാരെ, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ ക്രിസ്തുവിങ്കിലേക്ക് ജീവനോടെ നയിക്കാനായിട്ട് ഈ സ്നാപക യോഹന്നാന് കഴിഞ്ഞു എന്ന് കാണാൻ കഴിയുന്നു. തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെങ്കിൽ യോഹന്നാന്റെ കൂടെ വന്ന ശിഷ്യന്മാരെയൊക്കെയും ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തെളിച്ചു വിടാനായിട്ട് യോഹന്നാൻ സ്നാപകന് കഴിഞ്ഞു. ശിംശോനെ സംബന്ധിച്ച് താന് ജീവിതത്തില് പാപവും ഭോഗങ്ങളിൽ ചെലവഴിച്ചു. തന്റെ ചിന്തകളും തന്റെ ശരീരവും ആയുസ്സും ഭോഗങ്ങളിൽ ചിലവഴിച്ചു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലായിരുന്നു. തോലുകൊണ്ടുള്ള വസ്ത്രം ധരിച്ചവനായിരുന്നു. തേനും വെട്ടുക്കിളിയുമായിരുന്നു യോഹന്നാന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. ഒരു സിമ്പിൾ ലൈഫായിരുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ ഒരു മെസ്സേജ് കയ്യിലുണ്ടായിരുന്നു, റിപ്പൻഡൻസ്, അനുദപിക്കുക, മടങ്ങി വരിക എന്നുള്ളൊരു റിപ്പൻഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ശിംശോനെ സംബന്ധിച്ച് ആ മസിൽ പവറും ശാരീരികമായിട്ടുള്ളതാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ 2 പേരും ഒരു വിരുന്ന് നടക്കുന്നപ്പോൾ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ചാണ് 2 പേരും മരണപ്പെടുന്നത്. ശിംശോനാണെങ്കിൽ അവിടെ ഫെലിസ്ത്യരുടെ ക്ഷേത്രത്തിനിടയിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും കൂടിയിരുന്നു എന്ന് അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 16-27. എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. സകല ഫെലിസ്ത്യ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ശിംശോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളും ഏകദേശം 3000 പേര് മാളികയിലുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ചാണ് ശിംശോൻ അവിടെ മരണം സംഭവിക്കുന്നത്. അപ്പോൾ ശിംശോൻ അവിടെ മരിക്കുന്നത് അവരോടുള്ള പ്രതികാരാഗ്നിയിലാണ് ശിംശോന്റെ തന്നെ ജീവൻ പോകുന്നത്. 2 പേര് ഇങ്ങനൊരു സമൂഹത്തിനകത്ത് വെച്ചാണ് 2 പേരുടെ മരണം നടക്കുന്നത്. ഓഫ് കോഴ്സ് കാരാഗൃഹത്തിൽ വെച്ചാണ് യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടുന്നത്. പക്ഷെ അവിടെ പിറന്നാളാഘോഷം നടക്കുക, രാജാവിന്റെ മകളുടെ പിറന്നാളാഘോഷം നടക്കുക. ആഘോഷത്തിന്റെ ഇടയിൽ മരണപ്പെടുന്ന യോഹന്നാൻ സ്നാപകനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശിംശോന് ശത്രുക്കളോടുള്ള പ്രതികാരദാഹത്തില് തന്നെ സ്വയം ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അങ്ങനെയല്ല. ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കാൻ, ഇസ്രായേൽ മക്കൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ആ തീഷ്ണതയില് ഒരു മരണം സംഭവിക്കുന്ന യോഹന്നാൻ സ്നാപകനെ നമുക്ക് കാണാൻ കഴിയുന്നു. യേശു യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, അതുകൊണ്ട് സ്ത്രീകൾ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല എന്ന്. കടന്നു വരാൻ നമുക്ക് ശിംശോനിലേക്ക് 14:1 നമ്മൾ വായിച്ചു. ശിംശോൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നേരത്തെ ഉള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം. ആദ്യം 1 ഞാൻ ഓർക്കുകയും ചെയ്തു, എന്റെ മനസ്സിൽ ആദ്യമൊക്കെ ഞാൻ ഒത്തിരി ആഴമായിട്ട് പഠിക്കാത്തൊരു ഭാഗമായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസങ്ങളാണ് ഞാൻ പഠിച്ചത്. ദലീല എന്നുള്ളൊരു സ്ത്രീയെ കുറിച്ച് മാത്രമേ ഞാൻ അധികം ചിന്തിച്ചിട്ടുള്ളൂ, മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാനത് ചിന്തിച്ചപ്പോ ഒന്നൊന്നും അല്ല. 14:1 തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കാൻ കണ്ടുവെക്കുന്നു. ആര്? ഈ ശിംശോന്. അവിടെ ഒരു എൻഗേജ്മെന്റ് ഒക്കെ നടത്തി തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കാൻ. എന്നാൽ ആ സ്ത്രീ ശിംശോനെ വശീകരിച്ച് ഒരു കടങ്കഥ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ച് അവള് വശീകരിച്ച് അതിന്റെ അർത്ഥം കണ്ടുപിടിച്ച് ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്ത് ശത്രുവിന്റെ കയ്യില് ശിംശോനെ ഏൽപ്പിച്ചു കൊടുക്കുക. നോക്കണം അവളുടെ ഉള്ളിലെ വഞ്ചന. ആദ്യത്തെ സ്ത്രീ
തിമ്നയിലെ ഫെലിസ്ത്യ കന്യക. രണ്ടാമത്തെ സ്ത്രീ 16:1 ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു. വീണ്ടും അത് കഴിഞ്ഞിട്ട് 16:4 അതിനുശേഷം അവൻ സോരക്ക് താഴ്വരയിൽ ദലീല എന്ന പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. അപ്പോൾ ഇതൊരു ശീലമായി പുള്ളിക്ക്. അപ്പോഴേ ഇതായിരുന്നു ശിംശോന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ. ആ ഒരു ഏറിയയിൽ നടന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവത്തിന്റെ കരവും പ്രസാദവുമാണ് ശിംശോന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു ശിംശോൻ. ഇങ്ങനെയുള്ള ശീലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തന്റെ സൂപ്പർ നാച്ചുറൽ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവം ആ വെസലിനകത്ത്, ആ പാത്രത്തിനകത്ത് പകർന്ന ആ ശക്തിയായിരുന്നത്. ഈ നശിച്ചു പോയിക്കൊണ്ടിരുന്ന ഇസ്രയേലിന്റെ നടുവില് ദൈവം ശിംശോനെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ചേർക്കത്തക്കവണ്ണം നിർത്തിയത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തില് അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. എത്ര ഇരുട്ടിന്റെ അനുഭവത്തിലാണെങ്കിലും നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുപ്പിന്റെ വില നമ്മൾ മനസ്സിലാക്കി ഈ ഇരുണ്ട ലോകത്തിൽ ഒരു ജ്യോതിസുകളെ പോലെ വിളങ്ങണം എന്നുള്ള ഒരു സത്യം നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു വാണിംഗ് ദൈവം നമുക്ക് തരിക. നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം നന്നായിട്ടല്ല, പിന്നെയോ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ ജ്യോതിസുകളായിട്ട് വിളങ്ങാനായിട്ട് ശിംശോനെ വിളിച്ചത് അതിനു വേണ്ടിയിട്ട്. ഒരു ജ്യോതിസായിട്ട് നീ വിളങ്ങണം. അതെ, നിന്റെ ചുറ്റിനും ഇങ്ങനത്തെ സ്ത്രീകളും ഇങ്ങനത്തെ സ്വഭാവങ്ങളും. ഇസ്രായേലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവര് വിഗ്രഹാരാധനയുടെ പുറകെ നടന്ന് നിന്നോട് ചോദ്യം ചെയ്യുന്നത് നിന്റെ സ്വന്തം ജനമ, അതെ, ശത്രുക്കളായവർ നിന്റെ ചുറ്റിനും. ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഇതിന്റെ നടുവിൽ നീ എഴുന്നേൽക്കണം, ജ്യോതിസായിട്ട് വിളങ്ങണം. ഇങ്ങനെ ഇതുപോലെയുള്ളൊരു വിളിയാണ് ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ചുറ്റുപാടെല്ലാം സ്വസ്ഥമാക്കി വെച്ചിട്ട് എന്നെ നിങ്ങളെ വിളിച്ചെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഫിലിപ്പിയർക്കെതിരെ 2:15 അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ശിംശോനെ വിളിച്ച വിളിയെ അങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഈ ബലഹീനതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും തന്റെ ജീവിത അവസാനത്തില് അത് ഒരു ഫൈൻ ട്യൂണിങ് ശിംശോന്റെ ജീവിതത്തിൽ കടന്നു വന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. താന് സുബോധത്തിലേക്ക് കടന്നു വന്നു. താൻ എന്തായിരുന്നു എന്നുള്ളത് ആ സുബോധത്തിലേക്ക് കടന്നു വന്ന് യഹോവയാം ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോശുവ മുഖാന്തരം ഇസ്രായേൽ മക്കൾ കൈവരിച്ച അവരുടെ ആ വിജയങ്ങളൊക്കെ ഉണ്ടല്ലോ. യോശുവ അല്ലേ അവരെ കൊണ്ടുവരുന്ന വാഗ്ദത്ത നാട്ടില്, ആ കൊണ്ടുവന്ന് അവര് കൈവരിച്ച ആ വിജയങ്ങളൊക്കെ ഇവരുടെ ഉദാസീനത നിമിത്തം, ഇവരുടെ ആലസ്യ നിമിത്തം ഇവരതെല്ലാം കളഞ്ഞു മുടിച്ചു. ഇസ്രായേൽ മക്കൾ അതിനെയെല്ലാം പുറത്ത് വെളിയിൽ എറിഞ്ഞു കളഞ്ഞിട്ട് അതേ സ്ഥലത്ത് വെച്ച് തന്നെ, എവിടെ വെച്ച് ഇസ്രായേൽ മക്കൾ ഇതിനെയെല്ലാം ദൈവം കൊടുത്ത വിജയത്തെ മാറ്റി അതിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു, അവിടെ വെച്ച് തന്നെ ദൈവം ഈ ശിംശോനെ ദൈവത്തിന്റെ ആത്മാവ് ഉദ്യമിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും വീണ്ടും ഇതിനകത്ത് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, അവനെ ദൈവാത്മാവ് ഉദ്യമിപ്പിച്ചു എന്ന്. 13:25 ജനിച്ചു കഴിഞ്ഞ ഉടനെ അവിടെ കാണാൻ സാധിക്കുന്നു. 13:25 യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. 14:6 അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേലെ വന്നു. 14:19 പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേലെ വന്നു. 15:14 അവിടെയും വായിക്കുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവന്റെ കൈ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂല് പോലെയായി തീർന്നു. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് ദൈവം ശിംശോൻ ഫെലിസ്ത്യരുടെ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് ഫൈനലായിട്ടും വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് കൂടെ വന്ന് വസിച്ചു ശിംശോന്റെ ജീവിതത്തിൽ, ശിംശോന്റെ ശരീരത്തിൽ. ശിംശോന്റെ സ്ട്രെങ്ത് എന്തൊക്കെയായിരുന്നു? നമ്മൾ വീക്ക്നെസ് കുറച്ച് കണ്ടില്ലേ? വീക്ക്നെസ് കുറെ കാര്യങ്ങൾ കണ്ടു. ഇനിയും ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അതും കൂടെ എനിക്ക് നിങ്ങളോട് പറയണം. ശിംശോന്റെ സ്ട്രെങ്ത് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേലിനെ വിടുവിക്കാനുള്ള ശിംശോന് തീഷ്ണതയുണ്ടായിരുന്നു. ഈ ജനത്തെ, ദൈവത്തിന്റെ ശത്രുക്കളെ ശിംശോൻ തന്റെ ശത്രുക്കളായിട്ട് തന്നെ കണ്ടു, അല്ലാതെ അവിടെ ഒരു പാസീവായിട്ട് ഇരുന്നില്ല. ഫെലിസ്ത്യർ എന്റെ ശത്രുക്കൾ തന്നെയാണെന്ന് ശിംശോൻ തീരുമാനിച്ചു. അപ്പോൾ ശിംശോൻ ഉള്ളിൽ ഒരു തീഷ്ണത ഉണ്ടായിരുന്നു. അത് ശിംശോന്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിരുന്നു. ഇന്ന് ദൈവത്തിന്റെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളാണോ? ദൈവം ഇഷ്ടപ്പെടാത്തത് എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ? അത് ദൈവം ഇഷ്ടപ്പെടാത്തത് നമ്മൾ കുറച്ചൊക്കെ
കൂട്ടത്തിലും കൊണ്ടു നടക്കുന്നുണ്ട്. ശിംശോന്റെ ഈ തീഷ്ണത, ഈ സെലസ്നെസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. അതുപോലെ ഇസ്രായേലിനെ വിടുവിക്കാൻ അവനെ പ്രാപ്തനാക്കുന്നതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അവൻ അതുകൊണ്ട് കിട്ടി എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 14:4 നമ്മൾ വായിച്ചാല് അവിടുന്ന് ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് പോകുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ തിമ്നയിലെ ഫെലിസ്ത്യ കന്യക, ആദ്യത്തെ ഒരു സ്ത്രീയെ 14:1. അപ്പൊ അപ്പനോടും അമ്മയോടൊന്നും ചോദിക്കാതെയാ ഇദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അമ്മ പറഞ്ഞു, മക്കളെ, ഇത് അഗ്രചർമ്മിയായ ഫെലിസ്ത്യരിൽ നിന്ന് ഈ ഒരു ഭാര്യയെ എടുക്കാൻ പോകേണ്ടതിന് അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് അമ്മ പറഞ്ഞു. പക്ഷെ അതിനൊന്നും കൈക്കൊള്ളാതെ ശിംശോന്റെ ഉള്ളിൽ വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അറിയാമോ? 14:4 വായിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതിന് പുള്ളി കണ്ട ഒരു പോംവഴി ഇതായിരുന്നു. എന്തായിരുന്നു? ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ട് അവളുമായിട്ട് ഒരു പ്രപ്പോസലുമായിട്ട്, അവളെ കല്യാണം കഴിക്കാമെന്നുള്ള ഒരു പ്രപ്പോസലുമായിട്ട് അവളുടെ അപ്പന്റെ അമ്മയുടെ അടുത്ത് ചെല്ലുക. എന്തിനു വേണ്ടിയിട്ടാ? ഫെലിസ്ത്യരുടെ നേരെ യുദ്ധം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അന്വേഷിച്ച്. അതിൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? പിന്നെ ശിംശോൻ തീഷ്ണതയുള്ളവനായിരുന്നെന്ന്. ലക്ഷ്യം നന്നായിരുന്നു, പക്ഷെ മാർഗം കൊള്ളില്ലായിരുന്നു. അവിടെയാണ് കുഴപ്പം പറ്റിയത്. ലക്ഷ്യം നല്ലത് തന്നെയായിരുന്നു. വീണ്ടും നമുക്ക് കാണാം അടുത്തൊരു സ്ട്രോങ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം കൊടുത്ത ആ സ്ട്രെങ്തിനെ അക്നോളജ് ചെയ്തു. ശിംശോന് മനസ്സിലായി ഇത് ദൈവം, പ്യൂർലി ദിസ് ഈസ് ഫ്രം ഗോഡ് എന്നുള്ള ശിംശോന് നന്നായിട്ട് അറിയാം. ശിംശോന് മനസ്സിലായി ഇത് പോയാൽ ഞാൻ ചില വാഴത്തട പോലെ ആയിരിക്കുമെന്ന്. മനസ്സിലായേ? ഈ വെട്ടിയിട്ട വാഴ കിടക്കുന്ന എങ്ങനെയാ? അത്ര നാള് വലിയ കൊലയുമായിട്ടൊക്കെ നിന്ന് വെട്ടിയിട്ട് കഴിഞ്ഞാണ്ടല്ലോ ഈ വാഴത്തട, അതിൻ്റെ കൂടെ 2 മഴയും കൂടെ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാഴത്തടയുടെ കാര്യം പറയണ്ടല്ലോ എന്നതുപോലെയാണ് ഞാനെന്നുള്ളത് ശിംശോന് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16:17 വായിച്ചാൽ, ചൗരക്കത്തി എന്റെ മേൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന്റെ വൃതസ്ഥനാകുന്നു. പെണ്ണിനോട് പറയാ, ദലീലയോട് പറയാ. അതെ, ദലീലയോടാ പറയുന്നത്. ക്ഷൗരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായ ശേഷം മനുഷ്യരെ പോലെയാകും. ഇത് നല്ലവണ്ണം ശിംശോനുള്ളിൽ അറിയായിരുന്നു. ഇന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ, ഖബോദ് എന്നിൽ നിന്ന് വിട്ടുപോയാല് ഈ വാഴത്തടയേക്കാളും കഷ്ടമാണ്. നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരായിട്ട് തീരും. ശിംശോൻ ഇത് നന്നായിട്ട് അറിയായിരുന്നു. ഹി ഈസ് മിയർലി ആൻ ഓർഡിനറി മാൻ. ഒരു സ്ട്രോങ് പോയിന്റ് അല്ലേ? ശിംശോൻ അത് മനസ്സിലാക്കി. എന്റെ ബലം, എന്റെ മസിൽ പവർ ഞാൻ ചെയ്തിട്ട, അല്ലെ എന്റെ അപ്പനമ്മയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ സമർപ്പിച്ചിട്ട് ഒന്നും ശിംശോന് പറയാനില്ല. അങ്ങനത്തെ യാതൊരു ഡിമാൻഡ്സും ക്ലെയിംസും ഇവിടെ ശിംശോൻ പറയുന്നില്ല. എന്റെ ശക്തിയല്ല, ഇറ്റ്സ് നോട്ട് ബൈ മൈറ്റ്, നോട്ട് ബൈ പവർ, ബട്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നുള്ള കാര്യം ശിംശോന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ബലഹീനതയിൽ അവൻ ശക്തി പ്രാപിച്ചു. വീണ്ടും ശിംശോൻ മറ്റൊരു കാര്യം മനസ്സിലായി. ഞാൻ പരിച്ഛേദനക്കാരനാണ്, ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ടവനാന്നുള്ള നല്ല ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തോട് എനിക്ക് ഉടമ്പടി ഉള്ളവനാണെന്ന്. എന്താ പരിച്ഛേദന എന്ന് പറയുന്നത്? എന്തിന്റെ അടയാളമാ? ദൈവത്തോട് എനിക്ക് ഉടമ്പടി ഉള്ളതെന്നുള്ളതിന്റെ അടയാളമാ. ഉടമ്പടി ഉള്ളതിന്റെ അടയാളമായിട്ട് അബ്രഹാമിന് കൊടുത്ത അടയാളമായിരുന്നു പരിച്ഛേദന. അങ്ങനെ ഒരു പരിച്ഛേദന ഏറ്റവനായിരുന്നു ആര്? ശിംശോൻ. അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. പരിച്ഛേദന ഏറ്റു എന്നുള്ള ഒരു ഫിസിക്കൽ ആക്ടിനെ കുറിച്ചല്ല അവിടെ എംഫസൈസ്. എനിക്ക് ദൈവത്തോട് ഉടമ്പടിയുണ്ട്. മൈ കവനന്റ് ഈസ് വിത്ത് ഗോഡ്. എനിക്ക് ദൈവത്തോട് കാര്യമുള്ളവനാ ഞാനെന്ന്. ന്യായാധിപന്മാരുടെ പുസ്തകം 15:18 ശിംശോൻ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നൽകിയല്ലോ. ശിംശോന്റെ നന്ദിയുള്ള ഹൃദയം കണ്ടോ? ദീസ് ആർ ദ സ്ട്രോങ് പോയിന്റ്. അത് നമ്മൾ കാണാതെ പോകരുത്. നിന്റെ കയ്യാല്, എന്റെ കൈയല്ല. എനിക്ക് ബലമൊക്കെ ഉണ്ട്. അവർ കെട്ടുന്ന കെട്ടിനെ ഞാൻ ഇങ്ങനെ കൈ വിടർത്തിയാൽ പൊട്ടിപ്പോകും, ചാരം പോലെ അത് പൊടിഞ്ഞു താഴെ വീഴും. ഇതൊക്കെ ഉണ്ടെങ്കിലും ശിംശോൻ ഒരു കാര്യം മനസ്സിലായി, ഇത് നിന്റെ കയ്യാല ഈ ജയം എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് ശിംശോൻ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഐ ആം എ സർക്കംസൈസ്ഡ് മാൻ, ഐ ഹാവ് എ കവനന്റ് വിത്ത് ഗോഡ്. ദൈവമായിട്ട് എനിക്കൊരു ഉടമ്പടി ഉള്ളവനാ, ഞാൻ പരിച്ഛേദനയേറ്റവനാ, ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കപ്പെട്ടവന്. ഈ അഗ്രചർമ്മിയുടെ കയ്യിൽ ഞാൻ വീഴണമോ? ദാവീദ് ഇതുപോലെ ഒരു വെല്ലുവിളിയുമായിട്ടാണ് ഗോലിയാത്തിന്റെ അടുക്കൽ ചെന്നത്.
ഇസ്രായേൽ നിരകളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ വരുന്നു, ഈ അഗ്രചർമ്മി എന്ന് പറഞ്ഞിട്ടാണ് ഗോലിയാത്തിന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ തനിക്ക് ദൈവത്തോടുണ്ടായിരുന്നു ഉടമ്പടിയെ കുറിച്ച് നല്ല ബോധ്യം ആർക്കുണ്ടായിരുന്നു? ശിംശോൻ ഉണ്ടായിരുന്നു. അതൊരു സ്ട്രോങ് പോയിന്റ് അല്ലേ? ഇന്ന് നമുക്ക് അങ്ങനൊരു ബോധ്യമുണ്ടോ? അങ്ങനൊരു ബോധ്യമുണ്ടോ? എനിക്കൊരു ഉടമ്പടി, ഉടമ്പടി ഉള്ളവളാണ് ഞാൻ, ഉടമ്പടി ഉള്ളവനാണ് ഞാൻ. എന്നോട് ഉടമ്പടി ചെയ്തവൻ ശക്തിമാനെ ഒരുവനാണ്, ഞാൻ ഒരിക്കൽ തീരുമാനം എടുത്തവളാണ് എന്നുള്ളൊരു നല്ല ബോധ്യം ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും ഉണ്ടാകണം. അത് ശിംശോന്റെ ഒരു വലിയ സ്ട്രോങ് പോയിന്റ് ആയിരുന്നു. മറ്റൊന്ന്, നമ്മൾ പറഞ്ഞതുപോലെ അവൻ ബലഹീനനാണ് എന്നുള്ള കാര്യം അവന് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ശിംശോൻ പ്രാർത്ഥിക്കുന്ന നമുക്ക് ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥനയിലും അത് വ്യക്തമായിട്ട് വരുന്നുണ്ട്. ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ എന്നെ ഓർക്കണമേ. കർത്താവായ യഹോവേ. അപ്പൊ ശിംശോൻ പറയുന്നത്, ദൈവമേ നീ എന്റെ മേൽ കർത്തൃത്വം നടത്തുന്നവനാ, നിനക്ക് എന്റെ മേൽ അധികാരമുള്ളവന്. യഹോവ, യാഹ്വേ, യുഡ്ഹേ വാഹ്വേ. യാഹ്വേ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈസ് എ കവനന്റ് കീപ്പിംഗ് ഗോഡ്. അവൻ ഉടമ്പടിയെ സൂക്ഷിക്കുന്ന ദൈവമാ. അവൻ ഉടമ്പടി വിട്ടുപോകുന്ന ദൈവമല്ല. മനുഷ്യർ പറയുന്ന ഉടമ്പടിയും വാക്കൊക്കെ മാറിപ്പോകും. നമ്മുടെ ദൈവം ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകുന്ന ദൈവമല്ല. ഒടുവിലത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും ശിംശോൻ ഏറ്റു പറഞ്ഞു, നീയാ എന്റെ കർത്താവ്. 2, കർത്താവ് യഹോവേ, നീ നിനക്ക് എന്നോടൊരു ഉടമ്പടിയുള്ള ദൈവമാണ്, എന്നോട് ഉടമ്പടി ചെയ്ത ദൈവമാണ് നീ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എന്റെ 2 കണ്ണിനും വേണ്ടി ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ. അത് അവന്റെ ബലഹീനതയില് തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ശിംശോൻ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സ്ട്രോങ് പോയിന്റ് അല്ലേ? അവന്റെ ശക്തി എങ്ങനെങ്കിലും അവന്റെ മുടിയുമായിട്ട് മാത്രം മാന്ത്രികമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊന്നല്ല. ദൈവം അതങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കില് മുടിയിലായിരുന്നില്ല സ്ട്രെങ്ത്. അവനിൽ വസിക്കുന്ന ദൈവം ഉണ്ടല്ലോ, ഉയരത്തിലെ ദൈവത്തിൽ നിന്ന് വന്ന സ്ട്രെങ്ത് ആണ് അവനിൽ ഉണ്ടായിരുന്നത്. അവൻ ദൈവത്തെ വിട്ടുപിരിഞ്ഞപ്പോൾ ശക്തിയും പോയി, ദൈവത്തെ വിട്ടുപിരിഞ്ഞപ്പോൾ ശക്തിയും പോയി. പക്ഷെങ്കില് വീണ്ടും പറയുന്നു, അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. അതിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരിക്കലല്ലേ ശിംശോനെ സംബന്ധിച്ച് തുടരെയാണല്ലോ. വീണുപോയാലും, എത്ര ആഴത്തിൽ വീണുപോയാലും വീണ്ടും വളർത്താനും വീണ്ടും എഴുന്നേൽപ്പിക്കാനും വീണ്ടും ബലപ്പെടുത്താനും വിശ്വസ്തനായ ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. ശിംശോന്റെ മുടിയുടെ വളർച്ച അവന്റെ രണ്ടാമത് വളരാനായിട്ട് ദൈവം അനുവദിച്ചതിന്റെ ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്ന, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നാസീർ വ്രതക്കാരനായിട്ട് വേർതിരിച്ച് അതേ ആ പ്രിവിലേജിലേക്ക് ശിംശോനെ വീണ്ടും ദൈവം കൊണ്ടുവരിക. അതിന്റെ അർത്ഥം ശിംശോനെ നോക്കിയിട്ട് ദൈവം പറയാ, ഇന്നും നീ എനിക്ക് നാസീർ വ്രതക്കാരനാ, ഇന്നും നീ എന്റെ ഉടമ്പടിയുടെ ഭാഗമാ, ഇന്നും നീ എനിക്ക് പരിച്ഛേദന ഏറ്റവനാ, ഇന്നും നീ എനിക്ക് വിശുദ്ധ പ്രജയാ, ഇന്നും നീ എന്റെ മകനാ. ദൈവത്തിന്റെ കൃപയുടെ മഹാത്മ്യം ശിംശോന്റെ ഒരു വലിയ സ്ട്രോങ് പോയിന്റ് ആയിരുന്നത്. ശിംശോന്റെ തീക്ഷ്ണമായ ഒരു മാനസാന്തരം, റിപ്പന്റൻസ്, ദൈവകൃപയോടുള്ള അവന്റെ പ്രതികരണം, ദൈവം കർത്താവാണെന്നും അവന് എന്നോട് ഉടമ്പടി ഉള്ളവനാണെന്നുള്ള ആ അക്നോളജ്മെന്റ്, അത് നിമിത്തം ഒരിക്കൽ നഷ്ടപ്പെടുത്തിയെങ്കിലും ദൈവം അതൊന്നും കണക്കാക്കാതെ വീണ്ടും അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ. ശിംശോന്റെ വീക്ക്നെസ് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം വേൾഡ്ലിനെസ്, ലൗകികനായിരുന്നു. ശിംശോന്റെ പേരിന്റെ അർത്ഥം സാംസൺ എന്നുള്ള പേരിന്റെ അർത്ഥം സൺ ഓഫ് സൺ എന്ന, സൂര്യന്റെ മകനെന്ന അതിന്റെ അർത്ഥം. നോക്കണം, ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന അർത്ഥമുള്ളൊരു പേര്, ദൈവം കൊടുത്ത വാഗ്ദത്തത്തിനനുസരിച്ച് ഒരു പേരിടാൻ അപ്പനും അമ്മയ്ക്കും കഴിഞ്ഞില്ലെന്നുള്ള സാംസൺ. അതിന് പേരിനകത്ത് വളരെ അർത്ഥമുണ്ട്. ഓരോ പ്രാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ ആ പേര് നമ്മൾ വിളിക്കുമ്പോഴല്ലോ നമ്മൾ കൺഫസ് ചെയ്യുക അവരുടെ മേലെ, നമ്മൾ അവരുടെ മേലെ ദൈവത്തിന്റെ ശക്തി കൺഫസ് ചെയ്യുക. ആ ഒരു ഭാഗത്ത് ശിംശോന് ഒരു വീഴ്ച പറ്റി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ശിംശോൻ അൺകൺട്രോൾഡ് ആങ്കർ ആയിരുന്നു. ശിംശോൻ പിടിച്ചു നിർത്താൻ കഴിയാത്ത പോലെ അങ്ങ് മുൻകോപം. ചിലർക്ക് അങ്ങ് മുൻകോപം, ഒന്നും രണ്ടാമത്തേനും ഭയങ്കരമായിട്ട് അവരങ്ങ് ക്ഷോഭിക്കും, അവരങ്ങ് കുപിതരായിട്ട്
എതിരൊക്കെ കോപം അങ്ങ് ക്രോധമായിട്ട് തീരും. ശിംശോനെ സംബന്ധിച്ച് പെട്ടെന്ന് അങ്ങ് ജ്വലിക്കും പുള്ളിക്ക്. ന്യായാധിപന്മാരുടെ പുസ്തകം 14:19 വായിക്കുന്ന, യഹോവയുടെ ആത്മാ അവന്റെ മേൽ വന്നു, അവൻ അസ്കലോനിൽ ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവന്റെ കോപം ജ്വലിച്ചു. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവനെ ഉപയോഗിക്കുന്നു. അപ്പൊ കോപം ജ്വലിക്കുന്നു ശിംശോന്റെ ജീവിതത്തിൽ. എഫെസ്യർ ലേഖനത്തിൽ വായിക്കുന്നു, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്നാ പറയുന്നത്. അപ്പോൾ കോപിഷ്ഠനാവുന്ന ഒരു സ്വഭാവം ശിംശോനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പല കാര്യങ്ങളും ശിംശോൻ തന്നെ കയ്യിലെടുത്ത് ഡിസൈഡ് ചെയ്യുന്ന, ഈ ഇൻസൾട്ട് ഹാൻഡിൽ ദ തിങ്സ്. പലപ്പോഴും ഒരിക്കലും ശിംശോൻ ദൈവത്തോട് ആലോചന ചോദിച്ചായിട്ട് ഞാൻ ഇവിടെ ഒന്നും വായിച്ചിട്ടില്ല. ഇതിനിടയ്ക്കൊന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ടും വായിക്കുന്നില്ല. ഏറ്റവും പ്രാർത്ഥിച്ചു. ജീവിതത്തിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും യുദ്ധത്തിന് പോകുമ്പോഴൊന്നും ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായിട്ടൊന്നും നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. താൻ തന്നെ കാര്യങ്ങൾ കയ്യിലെടുത്ത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനൊരു ഉദാഹരണമാണല്ലോ ആ കുറുക്കന്മാരെ എല്ലാം കൂടെ പിടിച്ചു കെട്ടി വാലിന്റെ ഇടയ്ക്ക് പന്തം കൊടുത്തു വിടുന്നത്. ദൈവത്തോട് ആലോചന ചോദിച്ചോ ദൈവം പറഞ്ഞിട്ടോ ഒന്നും അല്ല ശിംശോൻ ചെയ്യുന്നത്. അപ്പോൾ തനിയെ തന്നെ ചില കാര്യങ്ങൾ ശിംശോൻ ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ ഗൈഡൻസ് ശിംശോൻ ഒരിക്കലും ചോദിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ശിംശോന് എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ശിംശോന്റെ ആ സമർപ്പണത്തിൽ, നാസിർ വ്രതത്തിലെ ആ സമർപ്പണത്തിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. ശിംശോന്. എപ്പോഴും ഇങ്ങനെ ഉയർന്നും പൊങ്ങിയും ആത്മീയ ജീവിതം ഒരു ദിവസം അങ്ങ് ഭയങ്കര ഉയർത്തിലായിരിക്കും ഗ്രാഫ്, പിന്നൊരു സ്ഥലത്ത് മൂട് കാണത്തില്ല, താഴെയായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ തരത്തിൽ നമ്മുടെ ജീവിതം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കണം കേട്ടോ. ഞാനിത് ശിംശോന്റെ കഥയിൽ കൂടെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതിന് എന്തെങ്കിലും ഒരു അർത്ഥമോ ദൈവത്തിന്റെ ശബ്ദമോ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ശിംശോന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ച വിശുദ്ധി ശിംശോൻ വളരെ കാഷ്വലായിട്ട് കണ്ടു. രക്തമുണ്ടല്ലോ, കർത്താവിന്റെ കൃപയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇന്ന് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ, ഇന്നൊരു പ്രാവശ്യം കൂടെ ആ വിവരമൊക്കെ ഒന്ന് ചോദിച്ച് അവളെ കുറിച്ച് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് പറയാം, എന്നിട്ട് നാളെ പിന്നെ പ്രാർത്ഥിക്കാനിരിക്കാൻ. He took the sanctity of his life very casual. അങ്ങനെ ഒരു കാഷ്വലായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെ വിളി അവൻ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ദൈവഭക്തി അവന്റെ ജീവിതത്തിലേക്ക് പകരപ്പെട്ടില്ല. അതിന്റെ കാര്യം ഒരു പക്ഷെങ്കിൽ അവരുടെ കയ്യിലുണ്ടായ ഉദാസീനതയോ അല്ലെങ്കിൽ ശിംശോന്റെ ജീവിതത്തിലുണ്ടായിരുന്ന റിബല്യസ്നെസ്സോ ആയിരിക്കാം. മാതാപിതാക്കളോട് പോലും പറഞ്ഞില്ല, സിംഹത്തെ കീറിക്കളഞ്ഞിട്ടെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് പല കാരണങ്ങൾ നമുക്കവിടെ ചിന്തിക്കാം. ഒരുപക്ഷെ മാതാപിതാക്കൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല, ഇതിപ്പം വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നായിരിക്കാം. എന്തായിരുന്നാലും കൊള്ളാം, അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഒരു ദൈവഭയവും സന്ദർശനമൊന്നും ശിംശോന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഫെലിസ്ത്യ സ്ത്രീയെ പോയി തെരഞ്ഞെടുത്തപ്പോൾ ശിംശോനോട് പറഞ്ഞു, ഇത് വേണോ മോനെ എന്ന് അമ്മ ചോദിച്ചു. പക്ഷെ അതൊന്നും കണക്കാക്കിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ ആലോചനയായിരുന്നു, ഫെലിസ്ത്യരെ എങ്ങനെങ്കിലും വകവരുത്താൻ. പക്ഷെങ്കില് സദൃശവാക്യത്തിൽ പറയുന്നു, മകനെ അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുത്. അവൻ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളികയും ആയിരിക്കട്ടെ. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. അമ്മയുടെ ഉപദേശം ഉപേക്ഷിച്ച് കളഞ്ഞാൽ, അമ്മമാരായിരിക്കുന്ന നമ്മളാ ഇവിടെ ഉള്ളത്, ഉപദേശിക്കാൻ അവസരം ഉള്ളപ്പോഴൊക്കെ ഉപദേശിച്ചോണം കേട്ടോ. ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും വേണ്ടില്ല, വാക്കവിടെ കിടക്കട്ടെ. അവരിത്തിരി പിണങ്ങിയാലും വേണ്ടില്ല, നമ്മുടെ വാക്കവിടെ കിടക്കട്ടെ, ആ വചനം അവിടെ കിടക്കട്ടെ. ഒരു ദിവസം അവര് ചിന്തിക്കും അതൊക്കെ, അത് അവരുടെ കഴുത്തിന് സരപ്പളിയായിട്ടിരിക്കും. ശിംശോന്റെ ജീവിതത്തില് ശിംശോന് ഏറ്റെടുത്തില്ല അമ്മ പറഞ്ഞത്. അതുപോലെ ശിംശോന്റെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ നെഗറ്റീവായിട്ടുള്ള വീക്ക്നെസ് ശിംശോന്റെ ജീവിത ശൈലി. അതുപോലെ തന്നെ ശിംശോൻ മലയ്ക്കകത്ത് ഗുഹയിൽ പോയി ഒളിച്ചിരുന്നപ്പോൾ ശിംശോൻ മാനുഷഭയം ഒരു കെണിയ അത് ശിംശോൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബലഹീനതകള് ശിംശോൻ ഉണ്ടായിരുന്നു. ശിംശോൻ മറന്നുപോയി, ഞാൻ ഗർഭം മുതൽ ദൈവത്തിനൊരു നാസിർ വ്രതക്കാരനായിരിക്കണം എന്നുള്ളത്. ശിംശോന്റെയും യേശുവിന്റെയും ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട് കേട്ടോ. രണ്ടുപേരും ഉദരത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവർ. രണ്ടമ്മമാർക്കും ദൈവത്തിന്റെ ദൂതന്മാരാൽ
പ്രത്യക്ഷത അനുഭവിച്ചവര്. രണ്ടുപേരും ഇസ്രായേൽ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ട് ജനിച്ചവർ. ഇത് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശിംശോൻ ജനിച്ചു. അന്ന് റോമ ഗവൺമെന്റിന്റെ എക്സൈലില് അവരുടെ അടിമത്തത്തിൽ ജീവിച്ച ഇസ്രായേൽ മക്കളുടെ നടുവിലേക്കാണ് കർത്താവ് യേശു ക്രിസ്തു ജനിക്കുന്നത്. ദൂതന്മാരുടെ മെസ്സേജ്, ദൈവദൂതന്മാരുടെ മെസ്സേജ് രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ശിംശോനെ കുറിച്ച് പറയുന്നത് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന്, യേശുവിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ആയുഷ്കാലമൊക്കെ ഭയം കൂടാതെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് അതേ ഒരു ശിശു ജനിക്കുന്നു എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് രണ്ടുപേരുടെ മേലും ഉണ്ടായിരുന്നു. അതുപോലെ ശിംശോൻ ഇവിടെ ഒരു കടം പറഞ്ഞു എന്ന് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്, ഇല്ലേ? സിംഹത്തെ കീറിയിട്ട് അതിന്റെ 14 നിങ്ങൾ ഇന്ന് പോയിട്ട് ഈ 5 അധ്യായങ്ങൾ വായിക്കണം കേട്ടോ. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു, എന്നാൽ ഈ കടം വീട്ടാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കടം വീട്ടണമെന്ന്. ഇതൊരു എന്ന് പറഞ്ഞാൽ ഒരു പാരബിള്, ഒരു പഴഞ്ചൊല്ല്, അല്ലെങ്കിൽ ഒരു ഉപമ പോലെ. ഞാനൊരു കടം പറയാം, നിങ്ങളത് പറയണം എന്ന് നമ്മൾ പറയത്തില്ലേ? എന്നതുപോലെ ശിംശോൻ പറഞ്ഞതാ. കർത്താവ് യേശു ക്രിസ്തു ഉപമകളാലാണ് ശിഷ്യന്മാരോട് സംസാരിച്ചെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ശിംശോന്റെ ജീവിതത്തില് അതായത് റിഡിൽ, ഇതിന് പാരബിൾ എന്നൊക്കെ പറയാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്റെ അതോറിറ്റി രണ്ടുപേരുടെ മേലുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപോലെ നടന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിംശോനെ യഹൂദ തന്റെ സ്വന്തം ജനങ്ങളെ പിടിച്ചിട്ട് ഫെലിസ്ത്യരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. 15:13 യഹൂദയിൽ നിന്ന് വന്ന 3000 പേര് നിന്നെ ഞങ്ങൾ കൊല്ലത്തില്ല, പക്ഷെ പിടിച്ചു കെട്ടി ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? മത്തായി 27:2 അവനെ ബന്ധിച്ചു കൊണ്ടുപോയി നാടുവാഴിയെ പിലാത്തോസിനെ ഏൽപ്പിച്ചു. കണ്ടോ? ശിംശോന്റെയും ജീവിതത്തിൽ യേശുവിന്റെയും ജീവിതത്തിൽ ഒരുപോലെയുള്ള ചില കാര്യങ്ങൾ. ശിംശോന്റെ കണ്ണവർ കുത്തിപ്പൊട്ടിച്ചു. ലൂക്കോസ് 22:63 യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു, കണ്ണ് കെട്ടി തല്ലി. രണ്ടുപേരെയും കാണാത്ത പോലെയുള്ളൊരവസ്ഥയിൽ ആക്കി. ഇനി പറ, രണ്ടുപേരെയും മോക്കിയതു, രണ്ടുപേരെയും പരിഹസിച്ചു, രണ്ടുപേരും ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് മരിക്കാനായിട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ശിംശോൻ ഒടുവില് ദൈവിക പദ്ധതി ശിംശോനിൽ കൂടെ ചെയ്ത ഫെലിസ്ത്യരെ മുഴുവൻ അവിടെ നശിപ്പിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു അതുപോലെ തന്നെ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാൽവരി ക്രൂശിലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. വേറൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ന്യായാധിപന്മാരുടെ പുസ്തകം 16:29 ക്ഷേത്രം നിൽക്കുന്ന 2 തൂണും ഒന്ന് വലങ്കൈ കൊണ്ടും മറ്റേത് ഇടങ്കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണേ, ശിംശോൻ നിൽക്കുന്നത് എങ്ങനെയാണെന്ന്. 2 തൂണോടും 2 കൈ വെച്ചിട്ട് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ കരങ്ങൾ രണ്ടും വിരിച്ച് നമുക്ക് വേണ്ടിയിട്ട് മരിച്ചത് കാണാൻ സാധിക്കുന്നു. രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരുപോലെയുള്ള കാര്യങ്ങൾ. ശിംശോനോടെ ഫെലിസ്ത്യരുടെ ക്ഷേത്രം നശിപ്പിച്ചു, എന്നാൽ കർത്താവ് യേശു ക്രിസ്തു തന്റെ സ്വന്തം ശരീരമാകുന്ന മന്ദിരം നശിക്കപ്പെട്ടു. ആലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് താഴേക്ക് കീറി. ശിംശോൻ തന്റെ ജീവിതം ഭോഗാസക്തി കൊണ്ട് ജീവിച്ചു തീർത്തു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ജീവിച്ചത് തന്റെ മുഖം തീക്കല്ല് പോലെ വെച്ചിട്ട് താൻ ദൈവം പുത്രനായിട്ട്, അതെ, പാപം ഒഴികെ സകലത്തിലും കഷ്ടം അനുഭവിച്ച് പാപമില്ലാത്തവനായിട്ട് ജീവിച്ചു. ശിംശോന് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മസിൽ ബലത്തിൽ ശിംശോൻ ജീവിച്ചു. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായിട്ട് ജീവിച്ചു. പലപ്പോഴും കർത്താവ് ബലഹീനനായിരുന്നു, ക്രൂശിൽ അവൻ ബലഹീനനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ശിംശോന്റെ ജീവിതം ഒരു ട്രാജഡി പോലെ നമുക്ക് തോന്നുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതം കാൽവരി ക്രൂശിൽ ഒരു ജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശിംശോന് ദൈവമാണ് ശക്തി പകർന്നത് ശിംശോന്റെ ജീവിതത്തില്. എന്നാൽ യേശു ശിംശോന് ശക്തി കൊടുത്ത ദൈവമാണ്. മനസ്സിലായോ? ശിംശോന്റെ ജീവിതത്തിൽ ദൈവം ശക്തി പകർന്നു, യേശു ശിംശോന് ശക്തി കൊടുത്ത ദൈവമായിട്ട് തീരും. നമുക്ക് ചോദിക്കാം നമ്മളോട് തന്നെ, എന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു, നമ്മളെ വിളിച്ച വിളിക്ക് നമ്മൾ സീരിയസ് ആയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മളതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? നമ്മളൊരു പക്ഷെങ്കിൽ തീരുമാനം എടുത്ത് രക്ഷിക്കപ്പെട്ടപ്പോഴായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു തീ വന്നത്.
പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം നമ്മളെ കുറിച്ചൊക്കെ കണ്ടതാണ്. ദൈവം നമ്മളെയൊക്കെ വിളിച്ച് വേർതിരിച്ച്, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ ആരും വന്നിരിക്കത്തില്ല. ഈ സമയത്ത് എത്രയോ വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തിനിവിടെ വന്ന് നമ്മൾ ഇരിക്കുന്നു? നമുക്കെന്തോ ദൈവത്തോട് എന്തോ ഒരു പ്രതിപത്തി, നമുക്കെന്തോ നമ്മളെ ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ച വിളി നമ്മൾ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? എങ്കിൽ നമ്മളിന്ന് മടങ്ങി വരണം. ശിംശോൻ പ്രാർത്ഥിച്ചതുപോലെ, അല്ലയോ ദൈവമായ യഹോവേ, കർത്താവായ യഹോവേ, ഒരിക്കൽ കൂടി ശക്തി എന്റെ മേൽ പകരണമേ. ദൈവത്തിന്റെ ആത്മാവിനോട് നമ്മൾ സെൻസിറ്റീവ് ആണോ? പാപത്തോട് വരുമ്പോൾ നമ്മൾ സെൻസിറ്റീവ് ആണോ? അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട്, പ്രത്യേകിച്ച് മിനിസ്ട്രിയൽ വർക്കും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് വീര്യപ്രവൃത്തി ചെയ്യാനായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവിനോട് സെൻസിറ്റീവാ. പക്ഷെ പാപം വരുമ്പോഴ് അതിനത്ര സെൻസിറ്റീവ് അല്ല. അങ്ങനൊരു നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കാം. ദൈവിക ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ അപ്പോൾ മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എനിക്ക് പാപത്തെ ജയിക്കാനുള്ള ശക്തി എനിക്ക് വേണം. ഗിഫ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റിങ്സ്, ദാനങ്ങൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി പാപത്തോട് പോരാടി ജയിക്കാനായിട്ട്. മറ്റൊന്ന്, നമ്മൾ അഥവാ വീണുപോയെങ്കിൽ ഹൗ ഫാസ്റ്റ് ഓർ ഹൗ ക്വിക്ക് വി ആർ ടു കം ബാക്ക് ടു ഗോഡ്. എത്ര വേഗതയുണ്ട് നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ. കഴിഞ്ഞ ദിവസം ഒരു യഹൂദ റബ്ബായി പറഞ്ഞ കുറച്ച് വാക്കുകൾ എന്നെ ഒത്തിരി സ്പർശിച്ചു. ഞാൻ എന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഈയിടെ എന്നെ ആരോ പഠിപ്പിച്ചത് കേട്ടോ. എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇങ്ങനെ നല്ല നല്ല ചിന്തകളൊക്കെ അവിടെ നിന്നിട്ട് പലർക്കും വായിക്കരുത്. അപ്പൊ ഞാൻ ഓർത്തു നല്ലൊരു കാര്യമല്ല, ആർക്കെങ്കിലും ഒക്കെ ഒന്ന് വായിക്കാൻ ഇഷ്ടപ്പെടുമല്ലോ. അത് പലരെന്നോട് പറഞ്ഞു അതിന്റെ ഒറിജിനൽ വീഡിയോ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലേ കാണാൻ പറ്റുന്നുള്ളെന്നൊക്കെ, അതൊക്കെ ഞാൻ ഈയിടെ മനസ്സിലാക്കി പഠിച്ചു വരുന്നൊരു കാര്യം കേട്ടോ. അതിനകത്ത് ഞാൻ ഇട്ട ഒരു റബ്ബായി പറഞ്ഞ്, യേശുവിൽ വിശ്വസിക്കാത്തൊരു യേശു വിശ്വസിക്കാത്തല്ല, യേശു മശിഹ ആണെന്ന് വിശ്വസിക്കാത്തൊരു റബ്ബായി അത് കേട്ടോ. ഒരു യഹൂദൻ പറയാം, എബ്രായ പദത്തിൽ തെശുവ എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം അനുദപിക്കുക, മടങ്ങി വരിക. തെശുവ എന്ന് പറയുമ്പോൾ 3-4 തുള്ളി കണ്ണുനീർ ഒലിപ്പിക്കുന്നത് മാത്രമല്ല, 2 നെഞ്ചത്തടിക്കുന്നത് മാത്രമല്ല തെശുവ എന്ന് പറഞ്ഞാൽ. തെശുവ എന്ന് പറഞ്ഞാൽ കൈപൊക്കി നിൽക്കുന്നതല്ല, അയ്യോ പറ്റിപ്പോയി കേട്ടോ എന്ന് പറഞ്ഞൊരു വാക്കിൽ ഒതുക്കുന്നതല്ല. തെശുവ എന്ന് പറഞ്ഞാൽ, അനുതാപം എന്ന് പറഞ്ഞാൽ നീ എത്ര ദൂരം പോയി എന്ന് ദൈവം നോക്കുന്നതല്ല. അതല്ല തെശുവ. ദൈവം അതല്ല നോക്കുന്നത്, നീ എത്രമാത്രം വേഗത്തിൽ ദൈവത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ്. ഇന്ന് ദൈവം നോക്കുക, എത്ര സ്പീഡിലാണ് നമ്മൾ വീഴ്ചയിൽ നിന്ന് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ആ ഒരു ധൃതി, ചടുതി എത്രമാത്രം നമ്മളിലുണ്ട്. അതാണ് തെശുവ, അതാണ് അനുതാപം. ആ ഒരു അനുതാപം നമ്മളിൽ ഉണ്ടാകട്ടെ. നമ്മുടെ വിളിയെ നമ്മൾ അലക്ഷ്യമാക്കി കളയരുതേ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല. നമ്മൾ ആരും ജ്ഞാനികളായിട്ടല്ല, ബലവാന്മാരായിട്ടല്ല, പിന്നെയോ നമ്മളെ ദൈവം വിളിച്ചു ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ. ഒരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് നമ്മളെക്കുറിച്ച് സ്വർഗത്തിൽ സാക്ഷികളുടെ കൂട്ടത്തിൽ നമ്മളെയും ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെക്കുറിച്ച് പറയാൻ വാക്കു പോരാ എന്ന് പരിശുദ്ധാത്മാവ് പറയാൻ ഇന്ന് പകൽക്കാലം കർത്താവ് സഹായിക്കട്ടെ. അതിശയകരമായിട്ടും ഐശ്വര്യമായിട്ടും ഈ വചനത്താൽ ദൈവം നിങ്ങളെ സഹായിക്കും.